കോട്ടയം പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ സംഭവത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കെതിരെ നടപടി. കഴിഞ്ഞ വർഷമാണ് പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയതായി കണ്ടെത്തിയത്. യഥാസമയം മേലധികാരികളെ അറിയിക്കുന്നതിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയൻ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ജയൻ്റെ 1 വർഷത്തെ വാർഷിക ഇൻക്രിമെൻ്റ് തടഞ്ഞ് ഉത്തരവിറങ്ങി. ഉത്തരവിൻ്റെ പകർപ്പ് 24-ന്. ഈ ബ്രേക്കിംഗ് വാർത്തയുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN ഈ വാർത്ത 24 ആണ് അന്ന് കഴിഞ്ഞ വർഷം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അത് ചിത്രങ്ങൾ സഹിതമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കഞ്ചാവ് ചെടികൾ ഗ്രോ ബാഗിലായിരുന്നു പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നട്ടു വളർത്തിയിരുന്നത്. നമ്മൾ അതിനുശേഷം അവിടെ എത്തുന്ന സമയത്ത് പിന്നീട് നാട്ടുകാർക്ക് കഞ്ചാവ് ചെടി കണ്ടെത്താനും കഴിഞ്ഞു. അതും ഗ്രോ ബാഗിൽ തന്നെയായിരുന്നു. അതും ദൃശ്യങ്ങൾ സഹിതം നമ്മൾ അന്ന് നൽകിയതാണ്. ആ ഒരു ഘട്ടത്തിൽ ആണ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ ആ ഒരു ഘട്ടത്തിൽ സ്ഥലം മാറ്റിയിരുന്നു. അവിടുത്തെ കുറച്ചധികം ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും അതിലാണ് ഇപ്പോൾ ഒരു തുടർ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അന്വേഷണം നടത്തിയ CCFന്റെ അന്വേഷണ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ ജയൻ എന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ചില ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. വെള്ള പേപ്പറിൽ എഴുതി വാങ്ങിച്ചതിൽ ചില പേരുകൾ കൂടുതലായി എഴുതി വാങ്ങിക്കേണ്ടി വന്നിരുന്നു. അത് കൃത്യമായ ചട്ടവിരുദ്ധമായ നടപടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇത് യഥാസമയം അറിയിച്ചില്ല. ഇത് 3 ദിവസത്തോളം മൂടി വെച്ചു എന്ന തരത്തിലുള്ള ഗുരുതരമായ പരാമർശം അടക്കമുണ്ട്. എന്തായാലും 1 വർഷത്തെ വാർഷിക ഇൻക്രിമെന്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.